ഇന്നു മുതൽ വീട്ടിലേക്ക് കടക്കുമ്പോ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോകരുതേ. എന്താണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടക്കുന്നത് വലത് കാലുകൊണ്ടാവണേ. വലത് കാല് വെച്ചാണ് വീട്ടിലേക്ക് കടക്കേണ്ടത്. മാത്രമല്ല, വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റെപ്പ് പടിയിലേക്ക് കയറുന്ന സമയത്ത് പറയണമെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഒരു ബിസ്മി പറയാനും മറന്നു പോവരുത്. എന്നിട്ടോ വീടിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് പറയണേ, എന്ത് പറയണം? അസ്സലാമു അലൈക്കും. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ത്? അസ്സലാമു അലൈക്കും. ഇനി വീട്ടിൽ ആരെങ്കിലും ഇല്ല, നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലാരുമില്ല, വാതിൽ തുറന്ന് നമ്മൾ വീട്ടിലേക്ക് കടന്നാലും അപ്പോഴും പറയണം സലാം. എങ്ങനെയാണ് സലാം പറയേണ്ടത്? വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടതെങ്കിൽ മഹാന്മാര് പഠിപ്പിക്കുന്നു, വീട്ടിൽ ആരുമില്ല എങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്ന രൂപത്തിലാണ് സലാം പറയേണ്ടത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ വീട്ടില് അവനില്ലാത്ത സമയത്തോ അവനുള്ള സമയത്തും ആരുണ്ടാകും? മുഅ്മിനീങ്ങളായ ജിന്നുകളുണ്ടാകും, അതുപോലെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകും. അതുകൊണ്ട് അവരോടുള്ള സലാമാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ആണോ പെണ്ണോ വീട്ടിലേക്ക് കടക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓതി തഴമ്പിച്ച സൂറത്താണല്ലോ. അന്ന് മുതൽ നമ്മൾ ഒരുപക്ഷെ ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നതിന് മുമ്പേ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള സൂറത്തായിരിക്കും സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹനെ പറ്റി മാത്രം അല്ലാഹ് പറഞ്ഞിട്ടുള്ള സൂറത്താണ്, അല്ലാഹനെ പറ്റി മാത്രമുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവനാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവന്റെ വീട്ടിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ മാറുന്നതാണ്, പിശാച് വീടിന്റെ പുറത്തേക്ക് ഓടുന്നതാണ്. ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ കാവൽ ആ വീട്ടിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ